മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് മൊഡ്യൂൾ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു മൊഡ്യൂളിന്റെ ഇൻട്രൊഡക്ഷൻ ഏരിയ ആയിരുന്നു. അതായത് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ദെൻ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്, അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓർ പ്രൊസീജിയർ ഓഫ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, മെത്തേഡ്സ് ഓർ ടൂൾസ് ഓർ ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്താനുള്ള മെത്തേഡ്സുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, 6 മെത്തേഡ്സുകളാണ് ഉള്ളത്. ഒന്നാമത്തേതാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇങ്ങനെ 6 മെത്തേഡ്സ് അല്ലെങ്കിൽ 6 ടെക്നിക്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്താനുള്ളത്. ഇതിൽ ആദ്യത്തെ 3 മെത്തേഡ്, അതായത് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, ട്രെൻഡ് അനാലിസിസ്, ഈ 3 മെത്തേഡ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിലും തുടർന്ന് വരുന്ന റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, അതുപോലെ ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്താണ് നമ്മൾ തുടർന്ന് വരുന്ന മൊഡ്യൂളിലുമാണ് പഠിക്കുന്നത്. Then ഫസ്റ്റ് മെത്തേഡാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് മെത്തേഡാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫൈനൽ അക്കൗണ്ട് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ it is a comparison of financial statement of a business organization for 2 or more years. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നോക്കാം, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ദ ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ 2 or more years. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 2 വർഷം ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ കമ്പാരിസൺ നടത്തുന്ന ഒരു മെത്തേഡാണ് ഇത് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നോക്കാം, the changes that means increase or decrease in the financial data are presented in the absolute amount or in percentage. അതായത് നമ്മൾ കമ്പാരിസൺ നടത്തിയിട്ട് എത്ര, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഓരോ ഫിഗേഴ്സ്, ഓരോ ഐറ്റത്തിനും എത്ര എമൗണ്ട് ആണ് ഇൻക്രീസ് ഉണ്ടായത്, എത്ര എമൗണ്ട് ആണ് ഡിക്രീസ് ഉണ്ടായത്, അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ഉണ്ടായത്, എത്ര പെർസെൻറ്റേജ് ആണ് ഡിക്രീസ് ഉണ്ടായത് എന്ന് കാണുന്ന ഒരു മെത്തേഡാണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ടെക്നിക്സ് ഓൾസോ നോൺ ആസ് ഇന്റർപീരിയഡ് അനാലിസിസ്. നോക്കാം, ദിസ് ടെക്നിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർപീരിയഡ് അനാലിസിസ്. അതായത് എന്താണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നും കൂടെ പറയും, ഇന്റർപീരിയഡ് അനാലിസിസ് എന്നും കൂടെ പറയും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫോർ ബോത്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പൊ നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അങ്ങനെ 2 കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. 2 ഇതാണ് അതിലുള്ളത്. ഒന്ന് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും 2 കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും 2 കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും. ശ്രദ്ധിക്കുക, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദ ഫിഗേഴ്സ് ക്യാൻ ബി ഷോൺ അറ്റ് ദ ഫോളോയിങ് വാല്യൂസ്. അതായത് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തൊക്കെ വാല്യൂസ് ആണ് കാണിക്കാന്നതാണ് പറയുന്നത്. ഒന്ന് ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഓരോ ഐറ്റത്തിന്റെയും എമൗണ്ട് കാണിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അബ്സല്യൂട്ട് ഫിഗേഴ്സ്.
ഓരോ ഐറ്റത്തിന്റെ ഈ എമൗണ്ടിൽ എത്ര എമൗണ്ട് ഇൻക്രീസ് ഉണ്ടായി, എത്ര എമൗണ്ട് ഡിക്രീസ് ഉണ്ടായി. നെക്സ്റ്റ് ആണ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. അതായത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ഉണ്ടായത്, എത്ര പെർസെൻറ്റേജ് ആണ് ഡിക്രീസ് ഉണ്ടായത് എന്നും കൂടെ ഏതിൽ കാണിക്കും, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കും. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓഫ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് മെത്തേഡ് ആണ് എന്ത്, ടു മേക്ക് ദ ഡാറ്റ സിംപ്ലർ ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡബിൾ. അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ദെൻ ടു അസർട്ടൈൻ ദ ചേഞ്ചസ് ഒക്കറിംഗ് ഇയർ ബൈ ഇയർ ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ്. അതായത് ബിസിനസിന്റെ പെർഫോമൻസിൽ അതുപോലെ തന്നെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ ഓരോ വർഷവും എത്രത്തോളം ചേഞ്ച് ഉണ്ടായി എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് to find out the strength and weakness of liquidity, solvency and profitability. ബിസിനസിന്റെ ലിക്വിഡിറ്റി സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, സോൾവൻസി സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അതിൽ എത്രത്തോളം വീക്ക്നെസ് ഉണ്ട്, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് ആണ് എന്ത്, to help the management in forecasting and planning. മാനേജ്മെന്റ് എന്താ, ഫ്യൂച്ചർ കാര്യങ്ങൾ ഫോർകാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ബിസിനസ്സിനുള്ളിലെ പോളിസികൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഏതുവഴി സാധിക്കും, കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി സാധിക്കും. ഇനി നോക്കൂ, നമ്മൾ എന്താണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് രണ്ട് കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും മറ്റൊന്ന് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് നോക്കാം. കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താ, നമ്മൾ കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരുന്നത്, എന്താണ്, ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഫോർ 2 or more years. അതായത് എന്താണ്, 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റും. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ബാലൻസ് ഷീറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റെപ്സുകൾ, ഒന്നാമത്തേതാണ് ഇത് ഫസ്റ്റ് കോളം ഈസ് ദ പാർട്ടിക്കുലർ കോളം. ഫസ്റ്റ് കോളം, അതായത് അത് ശ്രദ്ധിക്കുക, 5 കോളമാണ് നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക, 5 കോളം. അതിൽ ഒന്നാമത്തെ കോളമാണ് പാർട്ടിക്കുലർ കോളം. ആ പാർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എഴുതുന്നത് എന്താന്ന് വെച്ചാൽ ഐറ്റംസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റവും താഴോട്ട് നമ്മൾ എഴുതും, അതാണ് പാർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എഴുതുന്നത്. ദെൻ സെക്കൻഡ് കോളത്തിൽ നമ്മൾ എഴുതുന്നത് എന്താ വെച്ചാൽ ഡാറ്റ പ്രീവിയസ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് ഷുഡ് ബി റെക്കോർഡഡ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 2 വർഷത്തെ ബാലൻസ് ഷീറ്റുകൾ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ വർഷത്തെ ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് ആണ് നമ്മൾ എവിടെ എഴുതുന്നത്, രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നത്, അതാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, ദെൻ തേർഡ് കോളം ഡാറ്റ ഓഫ് കറന്റ് ഇയേഴ്സ് ബാലൻസ് ഷീറ്റ് ഷുഡ് ബി റിട്ടൺ. അതായത് തേർഡ് കോളത്തിൽ നമ്മൾ കറന്റ് ഇയർത്തെ എമൗണ്ട് ആണ് എഴുതുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 2018ലെയും 2019ലെയും ബാലൻസ് ഷീറ്റ് ആണ് നോക്കുന്നത് എങ്കിൽ സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത് എന്താണ്, 2018ലെ വാല്യൂ, തേർഡ് കോളത്തിൽ എഴുതേണ്ടത് 2019ലെ വാല്യൂ, അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, ഫോർത്ത് കോളം ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഐറ്റം ഓഫ് ബാലൻസ് ഷീറ്റ് ആർ റെക്കോർഡഡ് ഇൻ ദ അബ്സല്യൂട്ട് ഫിഗേഴ്സ്. അതായത് ഫോർത്ത് കോളം എന്ന് പറഞ്ഞത് എന്താ, സെക്കൻഡ് കോളവും തേർഡ് കോളവും തമ്മിൽ കമ്പാരിസൺ നടത്തുക. അതായത് പ്രീവിയസ് ഇയർ എമൗണ്ടും കറന്റ് ഇയർ എമൗണ്ടും എന്ത് ചെയ്യുക, കമ്പാരിസൺ നടത്തിയിട്ട് എത്രയാണോ ചേഞ്ച് ഉള്ളത് ആ എമൗണ്ട് ഏത് എഴുതുക, ഫോർത്ത് കോളത്തിൽ എഴുതുക. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് കോളം, ദ ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ ദ എമൗണ്ട് ഓഫ് കൺസേൺഡ് ഐറ്റം. നമ്മൾ എന്താണ് ഫോർത്ത് കോളത്തിൽ എന്താ പറഞ്ഞത്, അബ്സല്യൂട്ട് എമൗണ്ട് ആണ്, എത്ര എമൗണ്ട് ആണ് ചേഞ്ച് ഉണ്ടായത് അതാണ് ഫോർത്ത് കോളത്തിൽ എഴുതേണ്ടത്. എന്നാൽ ഫിഫ്ത്ത് കോളത്തിൽ എന്താ എഴുതേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ഉണ്ടായത് അതാണ് ഫിഫ്ത്ത് കോളത്തിൽ നമ്മൾ എഴുതുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നമ്മളിപ്പോ സ്റ്റെപ്പിൽ നമ്മൾ തിയററ്റിക്കൽ ആണ് നമ്മൾ പറഞ്ഞത്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് 5 കോളമാണ് ഏതിലുള്ളത്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് 5 കോളമാണ്. ഒന്ന് പാർട്ടിക്കുലേഴ്സ്, ദെൻ 18 and 19, ദെൻ അതായത് 19 and 20, അതായത് 2 വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ എമൗണ്ട് എഴുതാനുള്ള കോളം.
then changes in amount, then percentage of change. ഇങ്ങനെ 5 കോളമാണ് നമ്മൾ ഏത് ചെയ്യുമ്പോൾ ഉള്ളത്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ, അതായത് പാർട്ടിക്കുലറിൽ നമ്മൾ എന്താ എഴുതുന്നത്, ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റം എഴുതും. 2018 അതായത് സെക്കൻഡ് കോളത്തിൽ പ്രീവിയസ് ഇയറിന്റെ അമൗണ്ട് എഴുതും, തേർഡ് കോളത്തിൽ കറന്റ് ഇയർ അമൗണ്ട് എഴുതും, ഫോർത്ത് കോളത്തിൽ എത്ര എമൗണ്ട് ആണോ പ്രീവിയസ് ഇയറിൽ നിന്ന് കറന്റ് ഇയർക്ക് എത്തിയപ്പോൾ എത്ര എമൗണ്ട് ആണോ ചേഞ്ച് ഉണ്ടായത് ആ എമൗണ്ട് എഴുതും. ദെൻ നെക്സ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ചെയ്തത് എന്ന് എഴുതും. ഇത്രയും കാര്യങ്ങളുള്ളത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നോക്കൂ, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെ, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ കറന്റ് അസറ്റിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ക്യാഷ് ഇൻ ഹാൻഡ്. ഇപ്പൊ 2018-19 ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡിന്റെ എമൗണ്ട് എത്രയാണ്, 20,000 ആണ്. 2019-20 ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് എത്രയാണ്, 24,000 ആണ്. അതായത് ഇവിടെ നോക്കൂ, ചേഞ്ച് ഇൻ എമൗണ്ട്, എത്ര എമൗണ്ടാ ചേഞ്ച് ഉണ്ടായത്, +4,000 അല്ലെ. 2018 എത്രയായിരുന്നു, 20,000 ആയിരുന്നു. 2019 എത്തിയപ്പോൾ എന്തായി, 24,000. അതായത് 4,000 രൂപ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഈ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പ്ലസ് ഇട്ടത്. ഓക്കെ, നെക്സ്റ്റ് വെക്കാം, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ഉണ്ടായത്, 20% ആണ് ചേഞ്ച് ഉണ്ടായത്. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം, ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്, എങ്ങനെയാണ് ഈ 20% കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കൂ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, 20% of change is equal to change in amount divided by previous year amount into 100. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കണ്ടെത്തുന്നത്. അതായത് നോക്കുക, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് is equal to change in amount divided by previous year amount into 100. അതായത് എമൗണ്ടിൽ എത്ര ചേഞ്ച് വന്നു അത് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർത്തെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അത് ഇൻറ്റു 100. അപ്പൊ ഇവിടെ 20% എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇസ് ഈക്വൽ ടു 4,000 divided by 20,000 into 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. അങ്ങനെയാണ് നമുക്ക് 20% കിട്ടിയത്. അതായത് ഈ കേസിൽ, ആദ്യത്തെ കേസിൽ നോക്കൂ, 4,000 എന്ന് പറഞ്ഞത് എന്താണ്, ചേഞ്ച് ഇൻ എമൗണ്ട് അല്ലെ, 20,000 നിന്ന് അത് 24,000 ആയി ഇൻക്രീസ് ചെയ്തു. അപ്പൊ എത്ര രൂപ ചേഞ്ച് ഉണ്ടായത്, +4,000. ആ 4,000 ഡിവൈഡഡ് ബൈ 20,000, അതായത് എന്താണ്, പ്രീവിയസ് ഇയർ എമൗണ്ട് ആണ് നമ്മൾ താഴെ പറഞ്ഞത് അല്ലെ. അതായത് പ്രീവിയസ് ഇയർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ബാലൻസ് ഷീറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം ഏതാണോ അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പ്രീവിയസ് ഇയർ, അല്ലെങ്കിൽ അതിനെ ബേസ് ഇയർ എന്നൊക്കെ പറയും. അപ്പം അതായത് ഇവിടെ എന്താണ്, 2018-19 ആണ് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ബേസ് ഇയർ. അപ്പൊ ആ 4,000 divided by 20,000 into 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് മെഷീനറി അല്ലെ, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ വരുന്ന ഒരു നോൺ കറന്റ് അസറ്റ് ആണ് മെഷീനറി അല്ലെ. 2018-19 അതിന്റെ എമൗണ്ട് 1 lakh ആയിരുന്നു. 2019-20 അതെന്താണ്, 95,000 ആണ്. ദെൻ ചേഞ്ച് ഇൻ എമൗണ്ട്, എത്ര എമൗണ്ട് ചേഞ്ച് ചെയ്തു, -5,000 അല്ലെ. അതായത് 5,000 രൂപയുടെ കുറവുണ്ടായി. അതായത് എന്താണ്, അതുകൊണ്ടാണ് നമ്മൾ മൈനസ് സൈൻ ഇട്ടത്. ഇൻക്രീസ് ആയപ്പോൾ നമ്മൾ പ്ലസ് ഇട്ടു, ഡിഗ്രീസ് ആയപ്പോൾ എന്ത് ചെയ്തു, മൈനസ് ഇട്ടു. പക്ഷെ ശ്രദ്ധിക്കുക, ചില ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ബ്രാക്കറ്റ് ഇടും, രണ്ട് സൈഡും എന്ത് ചെയ്യും, ഇങ്ങനെ ബ്രാക്കറ്റ് ഇടും. അതായത് ഈ ബ്രാക്കറ്റ് ഇട്ടാൽ അതിന്റെ മീനിങ് എന്താണ്, ഡിഗ്രീസ് എന്നാണ്. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എന്താണ്, 5%, 5% എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. എങ്ങനെ കണ്ടെത്തിയത്, ശ്രദ്ധിക്കുക, ഇവിടെ ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇസ് ഈക്വൽ ടു -5,000 divided by 1 lakh into 100, ദാറ്റ് ഈസ് ഈക്വൽ ടു -5%. അതായത് പ്രീവിയസ്, അതായത് ചേഞ്ച് ഇൻ എമൗണ്ട്, എത്ര ചേഞ്ച് ഉണ്ടായത്, -5,000 അല്ലെ, അതിൽ ചേഞ്ച് ഉണ്ടായത്. ദെൻ പ്രീവിയസ് ഇയർ എമൗണ്ട് എത്രയാണ്, 1 lakh into 100, ദാറ്റ് ഈസ് ഈക്വൽ ടു -5%. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റി സൈഡിൽ വരുന്ന കറന്റ് ലയബിലിറ്റിയിൽ പെട്ട ഒരു ഐറ്റം ആണ് ക്രെഡിറ്റേഴ്സ്. 2018-19 എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു, 5,000 ഉണ്ടായിരുന്നു. 19-20 അത് 5,500 ആയിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതായത് ചേഞ്ച് ഇൻ എമൗണ്ട് എത്രയാണ്, 500 അല്ലെ, 500 രൂപ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് 10% ഇൻക്രീസ് ചെയ്തു. എങ്ങനെ 10% കണ്ടെത്തിയത്, ഇവിടെ ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇസ് ഈക്വൽ ടു 500 divided by 5,000 into 100, that is equal to 10%. അതായത് ചേഞ്ച് ഇൻ എമൗണ്ട്, എമൗണ്ടിൽ എത്രയാണോ ചേഞ്ച് ഉണ്ടായിട്ട് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ എമൗണ്ട് അല്ലെങ്കിൽ ബേസ് ഇയർ എമൗണ്ട് ഇൻറ്റു 100, that is equal to 10%.
ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ബാലൻസ് ഷീറ്റിലെ ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എങ്ങനെ തരാന്ന് വെച്ചാൽ ആദ്യം ഒരു ബാലൻസ് ഷീറ്റ് തരും. ആ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം എന്ത് ചെയ്യുക, പാർട്ടിക്കുലർ കോളം ഉണ്ടാക്കിയിട്ട് ആദ്യം അസറ്റ് സൈഡത്തെ ഓരോ ഐറ്റം എഴുതുക. ദെൻ അതിന്റെ താഴെ എന്ത് ചെയ്താൽ ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റം എഴുതുക. ദെൻ നമുക്ക് തന്ന വർഷത്തെ, അതായത് ഏത് വർഷത്തെയാണോ ബാലൻസ് ഷീറ്റ് ആണോ തന്നത് ആ 2 വർഷത്തെ എമൗണ്ട് അതിന്റെ നേരെ എഴുതുക. ദെൻ ചേഞ്ച് ഇൻ എമൗണ്ട് എത്രയാണോ ചേഞ്ച് ഉണ്ട് അത് ആ എമൗണ്ട് എഴുതുക. ദെൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കാണുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആണ് പറഞ്ഞത്, അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മുമ്പ് ഒരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, you are given in the balance sheet of company for 2 years. Balance sheet as on 31st/12/2018 and 19. അതായത് ഒരു കമ്പനിയുടെ 2018ലെയും 2019ലെയും ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ വാല്യൂ ലാക്സ് ആണ് തന്നിട്ടോ, അതായത് 300 lakh ആണ്, 285 lakh ആണ്. നോക്കൂ, ഫസ്റ്റ് അസറ്റ് സൈഡ് നമുക്ക് നോക്കാം. നോൺ കറന്റ് അസറ്റ് അതിൽ വരുന്ന ഒരു ഐറ്റം ആണ് പ്രീമൈസസ്. 2018 300, 2019 285. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി 2018 200, 2019 250. ദെൻ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് 2018 എത്രയാണ്, 75 ലക്ഷം, അതായത് 75 lakh, 2019 60 lakh. ദെൻ ഇൻവെസ്റ്റ്മെന്റ് 2018 150, 2019 120. ഇങ്ങനെ എന്താണ് ഓരോ ഐറ്റത്തിന്റെ എമൗണ്ടും 2 വർഷത്തെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കി തന്നിട്ടുണ്ട് അല്ലെ. കറന്റ് അസറ്റിൽ എന്താണ്, സ്റ്റോക്ക് 2018 200, 2019 എന്താണ് 200 ആണ്. ദെൻ ഡെറ്റേഴ്സ് 160, 120, ക്യാഷ് 25, 30. ദെൻ നോക്കൂ, ടോട്ടൽ നോക്കൂ, 2018 ടോട്ടൽ അസറ്റ് എമൗണ്ട് എത്ര, 1110 അല്ലെ, 1110 ആണ്. എന്നാൽ 2019 എത്രയാണ്, 1065, 1065 ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ലയബിലിറ്റി സൈഡ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ 10% ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 2018 100 ആണ്, 2019 എന്താണ് 100 ആണ്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 300, 330. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് 150 ആൻഡ് 175. ഇങ്ങനെ ഓരോ ഐറ്റത്തിന്റെ 2018ലെയും 2019ലെയും എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അതായത് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നത്. ഇത് ഈ മോഡലിലും തരാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയുള്ള ലയബിലിറ്റി എമൗണ്ട്, അസറ്റ് എമൗണ്ട് ആ മോഡലും തരാം. ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും വരാം. താഴെ തന്നിട്ടുണ്ട്, പ്രിപ്പയർ എ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആൻഡ് ഡ്രോൺ എ കൺക്ലൂഷൻ ഫ്രം ഇറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ആൻസറിലേക്ക് പോകാം. ആദ്യം ആൻസർ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഒരു അഡിങ് എഴുതണം, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2018 and 19. ഈ ഒരു അഡിങ് നിർബന്ധമായിട്ട് എഴുതണം. അതിന് ശേഷമാണ് നിങ്ങൾ കോളം വരയ്ക്കേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 കോളമാണ് വേണ്ടത് അല്ലെ, പാർട്ടിക്കുലാസ്, പിന്നെ 2 വർഷത്തെ, ഏത് വർഷത്തെ ആണോ നമ്മൾക്ക് ബാലൻസ് ഷീറ്റ് തന്ന ആ 2 വർഷം. ദെൻ ചേഞ്ച് ഇൻ എമൗണ്ട്, എമൗണ്ടിൽ എത്രയാണോ ചേഞ്ച് ഉണ്ടായത്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്, എത്ര എമൗണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് ഉണ്ടായത്. ഇങ്ങനെ 5 കോളമാണ് വേണ്ടത്. ദെൻ ഇത് ആൻസർ ആണ്, നമുക്ക് നോക്കാം. മുമ്പ് കാണിച്ച ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ ആണിത്. നോക്കാം, നോൺ കറന്റ് അസറ്റ്, അതിൽ ഫസ്റ്റ് എന്താ തന്നത്, പ്രീമൈസസ് അല്ലെ, അതായത് 2018 എന്താ 300 ഉണ്ടായിരുന്നു, 2019 285. അതായത് എത്ര എമൗണ്ട് കുറഞ്ഞു, 15 അല്ലെ, 15 lakh എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു അല്ലെ. 2018 300 ഉണ്ട്, 2019 അത് എത്ര ഉള്ളൂ, 285 ഉള്ളൂ. അത് 15 എന്ത് ചെയ്തു, കുറഞ്ഞു. അതായത് എത്ര പെർസെൻറ്റേജാണ് കുറഞ്ഞത്, 5%. എങ്ങനെ കണ്ടെത്തിയത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ എമൗണ്ട് ഇൻറ്റു 100. അതായത് ചേഞ്ച് ഇൻ എമൗണ്ട് ഇവിടെ എത്രയാണ്, 15 അല്ലേ, അപ്പൊ -15 ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ എമൗണ്ട് എത്ര, 300. അപ്പൊ -15 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു -5%. The next item, plant and machinery.
നെക്സ്റ്റ് ഐറ്റം ആണ് എന്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി. 2018 2018 200 ഉണ്ടായിരുന്നു. 2019 എത്ര ഉള്ളത് 250 അല്ലെ. അതായത് എത്ര രൂപ ഇൻക്രീസ് ചെയ്തു 50 രൂപ ഇൻക്രീസ് ചെയ്തു. അതായത് 25% എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു. അങ്ങനെ 25% കിട്ടിയത് എങ്ങനെയാണ് 25% കിട്ടിയത്? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഈസ് ഈക്വൽ ടു 50 divided by 200 into 100. അതായത് ചേഞ്ച് ഇൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ എമൗണ്ട് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു ഓരോ ഐറ്റത്തിൻ്റെയും എന്ത് ചെയ്യുക ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുക. നമുക്ക് ടോട്ടൽ നോൺ കറണ്ട് അസറ്റ് കണ്ടെത്തി. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ സ്റ്റോക്കിന്റെ കേസിൽ നോക്കൂ നിങ്ങൾ. 2018 എത്രയാണ് 200 ആണ്. 2019 എന്താണ് 200 ആണ്. അതായത് എന്താണ് അവിടെ എന്തില്ല ചേഞ്ച് ഇല്ല. 2018 നിന്ന് 2019 എത്തിയപ്പോൾ എന്ത് ചെയ്യുക സ്റ്റോക്കിന് ഒരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തില്ല അതുകൊണ്ടാണ് നിൽ എഴുതിയത്. അതായത് ഒരു ഐഫോൺ ഇട്ടത് ടിക്ക് ഇട്ടത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിൽ എന്തില്ല ചേഞ്ച് ഇല്ല. നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക ഓരോ ഐറ്റം സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ടോട്ടൽ കറന്റ് അസറ്റ്. ആദ്യം എന്ത് ചെയ്തു ടോട്ടൽ നോൺ കറന്റ് അസറ്റ് ചെയ്ത് ടോട്ടൽ കറന്റ് അസറ്റ് കാണാം. ദെൻ അതിനുശേഷം ടോട്ടൽ അസറ്റ് കാണുക. ദെൻ നെക്സ്റ്റ് ആണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ദെൻ അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ ഓരോന്ന് നോക്കൂ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 100 അല്ലേ. അതായത് എന്താണ് 100 ആയിരുന്നു. ഷെയർ ക്യാപിറ്റലിന്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത് 2018 100 ആണ്. 2019 100 ആണ്. എന്തില്ല ചേഞ്ച് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക ഓരോ ഐറ്റവും ടോട്ടൽ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് കാണുക. ദെൻ നോൺ കറന്റ് ലയബിലിറ്റി 8% ഡിബഞ്ചർ അതിൻ്റെ കാണുക. ദെൻ കറന്റ് ലയബിലിറ്റീസിൻ്റെ ഓരോ ഐറ്റം എന്ത് ചെയ്യുക ലാസ്റ്റ് ടോട്ടൽ കറന്റ് ലയബിലിറ്റീസ്. ഓക്കെ, ദെൻ ടോട്ടൽ ലയബിലിറ്റീസ് ലാസ്റ്റ് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതായത് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ എന്താണ് ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റി എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ എന്ത് ചെയ്യുക കാണുന്നതിനാണ് നമ്മൾ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു മൊഡ്യൂളിന്റെ പേര് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് അനാലിസിസും അതുപോലെ മറ്റൊന്ന് ഇന്റർപ്രിട്ടേഷനും. നമ്മളിപ്പോൾ ചെയ്തത് എന്താണ് അനാലിസിസ് ആണ്. ഇനി നമ്മൾ എന്തുകൂടെ ചെയ്യണം ഇന്റർപ്രിട്ടേഷനും കൂടി ചെയ്തെങ്കിൽ നമ്മളെ ആൻസർ എന്താവുള്ളൂ ഫുൾ ആവുള്ളൂ. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനാലിസിസ് നടത്തിയ കാര്യങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു കൺക്ലൂഷൻ, ഒരു 3-4 ലൈനിൽ എന്ത് ചെയ്യുക ഒരു കൺക്ലൂഷൻ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നോക്കാം. നോക്കൂ, ഫ്രം ദ above comparative balance sheet the following conclusion can be drawn. The total non-current asset have been added by 20 lakhs, that is 3.48% during 2019. അതായത് 2018 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2018 എന്ത് ചെയ്തു 20 ലക്ഷം. അതായത് ടോട്ടൽ നോൺ കറന്റ് അസറ്റിൽ എന്ത് ചെയ്തു 20 ലക്ഷം എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു. അതായത് 3.48%. അതുപോലെ തന്നെ നോക്കൂ ടോട്ടൽ അസറ്റ് ഹാവ് ബീൻ റെഡ്യൂസ്ഡ് ബൈ 45 lakhs. ടോട്ടൽ അസറ്റ് എന്ത് ചെയ്തു 2018 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2019 എത്തിയപ്പോൾ എന്ത് ചെയ്തു 45 ലക്ഷം രൂപയുടെ കുറവ് ഏതിലുണ്ടായി ടോട്ടൽ അസറ്റിലുണ്ടായി. അതായത് 4% എന്ത് ചെയ്തു ടോട്ടൽ അസറ്റ് ഡിക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ആൻഡ് കറന്റ് അസറ്റ് ഹാവ് ബീൻ ഡിക്രീസ് ബൈ 35 lakh. കറന്റ് അസറ്റ് എന്ത് ചെയ്തു 35 ലക്ഷം എന്ത് ചെയ്തു ഡിക്രീസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്താ ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം equity share capital has been increased by 30 lakh. equity share capital 2018 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2019 എന്ത് 30 ലക്ഷം രൂപ ഇൻക്രീസ് ചെയ്തു. അതായത് 10% ചെയ്തു ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഡിബഞ്ചർ ഹാവ് ബീൻ redeemed to extent for 50 lakh, that means 25%. ഇങ്ങനെ എന്ത് ചെയ്തു ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ഐറ്റത്തിന്റെയും എമൗണ്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എല്ലാ ഐറ്റത്തിനെ കുറിച്ച് എഴുതണ്ട. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോൺ കറന്റ് അസറ്റ് എത്ര ഇൻക്രീസ് ചെയ്തു എത്ര ഡിക്രീസ് ചെയ്തു, അതുപോലെ തന്നെ കറന്റ് അസറ്റിൽ, അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസിൽ, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലില്, അങ്ങനെ റിസർവില്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അത് ചുരുക്കിയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് കൺക്ലൂഷൻ, ആ ഒരു പ്രോബ്ലത്തിന്റെ കൺക്ലൂഷൻ എഴുതുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ മനസ്സിലാവാത്തതോ ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. വെരി സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എക്സാക്കൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ.